ഇവിടെ വന്ന് ആദ്യമായിട്ട് ഞാൻ ഇന്ന് ഒരു ഐലൻഡിലേക്ക് പോവാണ്. അപ്പോൾ ഐശ്വര്യമായിട്ട് ബിക്കിനി ബീച്ചിൽ തന്നെ കണ്ടു തുടങ്ങാമെന്ന് വിചാരിച്ചു. ഈ കാണുന്ന ആൾക്കാരെല്ലാം ബോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഞങ്ങൾ സ്പീഡ് ബോട്ടിനാണ് പോകുന്നത്. സ്പീഡ് ബോട്ട് ഞാൻ ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. സാധാരണ ബോട്ടുകളിൽ കയറിയിട്ടുണ്ട്, പക്ഷേ സ്പീഡ് ബോട്ട് കണ്ടത് തന്നെ എൻ്റെ പകുതി ജീവൻ പോയി. പിന്നെ അങ്ങനെ ഞങ്ങൾ സ്പീഡ് ബോട്ട് നിറച്ചും തന്നെ യാത്രക്കാരുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പോകാൻ വേണ്ടി. അൺഎക്സ്പെക്ട് ആയിട്ടിരിക്കുകയാണ് അവിടെ അല്ല രണ്ടുപേരും. ഈ സ്പീഡ് ബോട്ട് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാലുള്ള ഫീലിങ്സ് പിന്നെ നമുക്ക് പറഞ്ഞറിയിക്കാനേ പറ്റില്ല. എനിക്ക് ചങ്കിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. ഓരോ തിരകൾ വരുന്നത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അങ്ങനെ ലാസ്റ്റ് നമ്മൾ മാപ്പുച്ചി ഐലൻഡിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ മാലി ടൗൺ പോലെയല്ല. ഇവിടെ എല്ലാവരും വീടുകൾ, ഓരോരോ ഫ്ലാറ്റുകളിലല്ല, എല്ലാവരും വീടുകളിലാണ് താമസിക്കുന്നത്. പിന്നെ ഇവിടെ റോഡുകളും കാര്യങ്ങളും ഒന്നും അങ്ങനെ ടാർ ചെയ്തിട്ടൊന്നുമില്ല. മാലി ടൗണിലെ പോലെ അത്രയും വണ്ടികളും കാര്യങ്ങളും ഇല്ല. പിന്നെ നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി വന്നപ്പോഴാണ് ഒരു കടയുടെ മുന്നിൽ ഒരു വാഴപ്പഴ കെട്ടി തൂക്കിയിട്ടേക്കുന്നത്. അത് കണ്ടപ്പോഴേ നമുക്കതൊരു ഇന്ത്യൻ ടച്ച് തോന്നി. ഞങ്ങൾ നേരെ അങ്ങോട്ട് കയറി. ഞങ്ങൾ ഊഹിച്ചത് കറക്റ്റായിരുന്നു, അത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെയായിരുന്നു. അവിടെ ഇന്ത്യൻ ഫുഡുകളെല്ലാം അവൈലബിൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. വെട്ടം വരുന്നത്. നാട്ടിലിപ്പോൾ മഴയാണെങ്കിലും മാലദ്വീപ്സിൽ പുറത്തിറങ്ങണമെങ്കിൽ ഒരു 3-3:30 കഴിയണം. അതുവരെ ഭയങ്കര വെയിലാണ് ഇവിടെ. അങ്ങനെ ഞങ്ങൾ അവസാനം ബിക്കിനി ബീച്ചിലെത്തി. പറഞ്ഞ പോലെ അല്ല കേട്ടോ, ഇവിടെ ബിക്കിനി ഇട്ട് ഒരാളെ പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ബിക്കിനി ഇട്ട് ആരും കണ്ടില്ലെങ്കിലും ഈ കടൽ കാണാൻ വന്നത് എന്തായാലും നഷ്ടമായിട്ടില്ല. കാരണം ബീച്ച് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ശരിക്കും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഇത് 3 ലെയറായിട്ടാണ്. പക്ഷെ ബിക്കിനി ഇട്ട് ഒരാളെ പോലും കാണാനില്ല. അതാണ് ഈ ബീച്ചിൻ്റെ പ്രത്യേകത. ഈ ചമ്പുകൾക്കെല്ലാം ജീവനുണ്ട് കേട്ടോ. അതിൻ്റെ ഏതെല്ലാം കാണാൻ ജീവനുണ്ട്. പകുതി കഴിഞ്ഞ് നമ്മൾ എടുത്ത് ജീവനില്ല. ഇവിടെ വരെ വന്നിട്ട് ബിക്കിനിയായിട്ട് ഒരാളെപ്പോഴും കാണാതെ എങ്ങനെ തിരിച്ചു പോകുന്നത് ഞങ്ങൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ. എന്നിട്ടും ഇവിടെ ഇപ്പോഴും വെയിലാറിയിട്ടില്ല, അതുകൊണ്ടാണ് തോന്നുന്നു ആരെയും കാണാനില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് അതിലൊക്കെ കറങ്ങി നടന്നു കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ 6 മണിക്കാണ് തിരിച്ച് ബോട്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പതിയെ തിരിച്ച് നടക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഞങ്ങൾ ജെട്ടി എത്തി. എവിടെ എത്തിയപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നുണ്ട്, കുറച്ചൊരു പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബോട്ട് എടുത്തു കേട്ടോ. ബോട്ടിൻ്റെ ബാക്കി സീറ്റിലായിരുന്നു ഞാൻ. ബാക്കി എന്നുള്ള സീനാണ് കേട്ടോ അത്. ആൾക്കാരൊക്കെ എത്ര കൂളായിട്ട് KSRTC വൈബ് പാട്ടൊക്കെ വെച്ചാണ് ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് മാത്രം ചങ്കിടിപ്പ് മാത്രമേ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവസാനം നമ്മൾ മാലി സിറ്റി എത്തി. In your embrace, time seems to stand still. And all my worries and fears, they start to spill. You hold me tight, your love like a warm embrace. And in that moment, all my